ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖമാണല്ലോ അല്ലെ? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റഡി നോട്ട് 4 കംപ്ലീറ്റ് ചെയ്തു അല്ലെ? വളരെ വിജയകരമായിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് സ്റ്റഡി നോട്ട് 5 ഒന്ന് സ്കിപ്പ് ചെയ്യാണ്, നേരെ സ്റ്റഡി നോട്ട് 6ലേക്ക് കിടക്കാം. പ്രൊജക്ട് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കഴിഞ്ഞ 2 എക്സാമുകളിലൊന്നും അധികം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ പ്രതീക്ഷിച്ച് തന്നെ പോവുക. ഓക്കെ, എംകോം ഒക്കെ കഴിഞ്ഞവർക്ക് അറിയാമായിരിക്കും നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അതുപോലെ എന്താണ് പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, PERT എന്നൊക്കെ പറയും. ഇതൊക്കെ എംകോം കഴിഞ്ഞവർക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഒരു ബികോം ലെവൽ ആൾക്കാർക്ക് അതേ പറ്റിയിട്ട് അത്രയും ഒരു ജ്ഞാനം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ ബേസ് ചെയ്യുന്ന പഠിച്ചു തുടങ്ങുകയാണ്. ബേസിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ബേസിൽ നിന്ന് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഇത് സമയം ഡേയ്സ് കൂടുതൽ എടുത്താലും ഇത് ക്ലിയർ ആക്കിയിട്ടേ നമ്മൾ പോവുള്ളൂ, ക്ലാസ് നിർത്തുള്ളൂ. ഇത് ക്ലിയർ ആയി തന്നെ പോകണം മാക്സിമം. ഞാൻ ഓൾറെഡി 3 ക്ലാസ് ആണെന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 4 ക്ലാസ് ആയേക്കാം, എന്നാലും കുഴപ്പമില്ല. നമ്മളിത് ഡിസ്കസ് ചെയ്ത് തന്നെ പോകും കേട്ടോ. എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് തന്നെ പോകും. ഓക്കെ, തിയറിയും കാര്യങ്ങളൊന്നും അധികം ഞാൻ പറയുന്നില്ല. തിയറി പഠിക്കേണ്ടതാണെന്നുള്ളത് ഞാൻ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പ്രോഗ്രസ് ആവുന്ന സമയത്ത് മുറയ്ക്ക് ഞാൻ പറഞ്ഞോളാം ഏതൊക്കെ തിയറി കവർ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് ഡയഗ്രത്തെ കുറിച്ചാണ്. നെറ്റ്വർക്ക് ഡയഗ്രാം എങ്ങനെ വരയ്ക്കണം, അല്ലെങ്കിൽ ഡയഗ്രാം വരയ്ക്കേണ്ടത് എങ്ങനെയാണ്. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് വളരെ ബേസിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അറിയാവുന്നവർ ഇഗ്നോർ ചെയ്തേക്കുക, ഓടിച്ചിട്ട് പ്രോബ്ലത്തിലേക്ക് കടന്നുള്ളൂ. അല്ലാത്തവർ ഇവിടെ തൊട്ട് തന്നെ കാണുക, സ്റ്റാർട്ടിങ് മുതൽ തന്നെ കാണുക. നമ്മൾ ഇന്നലെ ചെയ്തതിന്റെ ഒക്കെ കിടപ്പുണ്ട്, ഇന്ന് തുടച്ചോട്ടെ. Fine. Okay. നെറ്റ്വർക്ക് എന്താണെന്ന് എഴുതുക, ചെറിയൊരു മീനിങ് കൊടുക്കുക. നെറ്റ്വർക്ക് ചെറിയൊരു മീനിങ് കേട്ടോ. നെറ്റ്വർക്ക് ഈസ് എ ഗ്രാഫിക്കൽ representation of പ്രൊജക്ട്. ഒരു പ്രൊജക്ടിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷോസ് the flow as well as recipients of well-defined activities and events. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്താണ് നെറ്റ്വർക്ക് എന്നുള്ളത് മാത്രം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുക്കിൽ എഴുതുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇത്തരം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. ഇതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ആരോ, ഒരു സിംഗിൾ ആരോയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റെപ്രസെന്റ്സ് അല്ലെങ്കിൽ ഇറ്റ് റെപ്രസെന്റഡ് ഇൻ എ സിംഗിൾ ആരോ. ഒരു ആക്ടിവിറ്റിയെ, ഒരു പ്രൊജക്റ്റിലെ ഒരു ആക്ടിവിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആരോ. ഓക്കെ,
ദാ അടുത്തത് ഇതെന്താണ്? നോട്ട്സ് എന്ന് പറയും. ഇറ്റ് represents starting point and finishing point of an activity. It represents starting point and finishing point of an activity. ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ നോഡ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഫിനിഷിംഗ് അല്ലെങ്കിൽ എന്താണ് ഹെഡ് ഇവന്റ്, അത് നമ്മൾ ഓക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഫിനിഷിംഗ് പോയിന്റിനെ ഡിനോട്ട് ചെയ്യാനും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? നോട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ നോഡിൽ വരുന്ന ഇതൊരു നോഡാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു ആക്ടിവിറ്റിയിലെ 2 നോഡുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതിനെ നമുക്ക് പ്രത്യേകം വേറൊരു പേര് പറയാം. എന്ത് പറയാം? ടെയിൽ ഇവന്റ് എന്ന് പറയാം. ടെയിൽ ഇവന്റ്, ഒരു ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവന്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു നോഡിനെ ഒരു ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവന്റ് എന്ന് നമുക്ക് പറയാം. അതുപോലെ നമുക്ക് സ്റ്റാർട്ട് ഇവന്റ് എന്നും പറയാം. സ്റ്റാർട്ട് ഇവന്റ് എന്നും പറയാം, യാതൊരു പ്രശ്നമില്ല. സ്റ്റാർട്ട് ഇവന്റ് എന്നും പറയാം. അതുപോലെ ഇതിനെ ഹെഡ് ഇവന്റ് നമുക്ക് പറയാം. ഒരു ആക്ടിവിറ്റിയുടെ ഹെഡ് ഇവന്റ് എന്ന് പറയാം ഈ ഒരു നോഡിനെ. ഇതുപോലെ എന്തായിരിക്കും? ഫിനിഷിംഗ്. ഇവിടെ സ്റ്റാർട്ട് ആണെങ്കിൽ ഇവിടെ ഫിനിഷിംഗ് ഇവന്റ് എന്ന് പറയാം. ഫിനിഷിംഗ് ഇവന്റ്. നമ്മൾ ആക്ടിവിറ്റി പറഞ്ഞു. ആക്ടിവിറ്റി എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു സിംഗിൾ ആരോയിൽ. ഒരു ആക്ടിവിറ്റിയുടെ രണ്ടിടത്ത് നോഡുകൾ ഉണ്ടാവും അല്ലെ. രണ്ടിടത്ത് നോഡുകൾ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിലെ നോഡിനെ നമ്മൾ ടെയിൽ ഇവന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ഇവന്റ് എന്ന് പറയും. നോഡിനെ നമ്മൾ ഹെഡ് ഇവന്റ് അല്ലെങ്കിൽ ഫിനിഷിംഗ് ഇവന്റ് എന്ന് പറയും. ഓക്കെ, ഇത്ര ഓക്കെ ആണോ? ഇനി ഒരു നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ഒരു നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ. ഇത് എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ബി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. ചെറിയൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾ പറയാമോ ആക്ടിവിറ്റിയുടെ എയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറ. ഇവിടുത്തെ ഹെഡ് ഇവന്റ് ഏതാ, ടെയിൽ ഇവന്റ് ഏതാ? ഫ്രം പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ആക്ടിവിറ്റി എ, ആക്ടിവിറ്റി എ മാത്രം എടുക്കുക കേട്ടോ. ആക്ടിവിറ്റി എ മാത്രം എടുക്കുക. ആക്ടിവിറ്റി എ, നോഡ് 1 ഈസ് ദ ഏത് ഇവന്റാ? നോഡ് 1 ഈസ് ദ ടെയിൽ ഇവന്റ് അല്ലെ. ടെയിൽ ഇവന്റ് അല്ലെങ്കിൽ എങ്ങനെ പറയാം? ടെയിൽ ഇവന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഇവന്റ് അല്ലെ. അല്ല, ശരിയല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾ സ്റ്റാർട്ടിംഗ് നോഡ് എന്നും പറയാം. എന്നാൽ നോഡ് 2ഓ? നോഡ് 2 ഈസ് ദ ഹെഡ് ഇവന്റ് അല്ലെ. ഹെഡ് ഇവന്റ് അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഫിനിഷിംഗ് ഇവന്റ്. എന്നാൽ നിങ്ങൾ പറഞ്ഞേ പോയിന്റ് ഓഫ് വ്യൂയുടെ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാമോ? പറഞ്ഞേ, എങ്ങനെ വരും? ഏതായിരിക്കും ബി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി? അതിന്റെ ടെയിൽ ഇവന്റിലേക്ക് വരുമ്പോ ഏതായിരിക്കും? സെക്കൻഡ് നോഡ് ആയിരിക്കും അല്ലെ. സെക്കൻഡ് നോഡ് ആയിരിക്കും എന്ത്? ടെയിൽ ഇവന്റ്. തേർഡ് നോഡ് ആയിരിക്കും എന്ത് ഇവന്റ്? ഹെഡ് ഇവന്റ്. സംശയമുണ്ടോ? യാതൊരു സംശയത്തിനുള്ള കാരണവും ഇല്ലല്ലോ, കാര്യങ്ങളും ഇല്ലല്ലോ ഇവിടെ. ഇത്ര മനസ്സിലായോ നിങ്ങക്ക്? ഇത്ര മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ് പ്രൊസീഡിങ് ആക്ടിവിറ്റി? എന്താണ് പ്രൊസീഡിങ് ആക്ടിവിറ്റി? നമ്മുടെ ക്വസ്റ്റനിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആക്ടിവിറ്റി എ, പ്രൊസീഡിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ
ഒരു മിനിറ്റ്. ആക്ടിവിറ്റി ബി എഴുതി. ആക്ടിവിറ്റി ബി എഴുത. ആക്ടിവിറ്റിയുടെ കേസിൽ ബി എഴുതും. പ്രിസീഡിങ് ആക്ടിവിറ്റിയോടെ എ എഴുതുക. ഓക്കെ, ഓക്കെ ആണല്ലോ. ആക്ടിവിറ്റി ബി അതിന്റെ പ്രിസീഡിങ് ആക്ടിവിറ്റി എ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആക്ടിവിറ്റി ബി നമ്മളിവിടെ വരയ്ക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, എക്സാമ്പിൾ വേണ്ട, ഇങ്ങനെ വേണ്ട, അല്ലാതെ തന്നെ തരാം. നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഇത് ആക്ടിവിറ്റി എ, ഇത് ആക്ടിവിറ്റി ബി. ആക്ടിവിറ്റി എ, ആക്ടിവിറ്റി ബി. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ഏതാണ്? എ ആണ്. മനസ്സിലായോ? ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ഏതാണ്? എ ആണ്. എന്നാൽ ഇങ്ങനെ കിടക്കുക, ഇത് സി. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ സക്സീഡിങ് ആക്ടിവിറ്റി ഏതാണ്? സി ആണ്. കണ്ടോ? പ്രിസീഡിങ് അല്ലെങ്കിൽ സക്സീഡിങ് ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായോ നിങ്ങക്ക്? ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ഏതാണ്? എ ആണ്. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ സക്സീഡിങ് ആക്ടിവിറ്റി ഏതാണ്? സി ആണ്. പ്രിസീഡിങ്, സക്സീഡിങ്, സംശയമൊന്നുമില്ല. അടുത്തത് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി എന്താണ് കൺകറന്റ് ആക്ടിവിറ്റി? കൺകറന്റ് ആക്ടിവിറ്റി, കൺകറന്റ് ആക്ടിവിറ്റി. ഒരു നോഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും, ഇങ്ങനെ പോകാനായിട്ട് പറ്റും, മറ്റു നോഡുകളിലേക്ക് പോകാനായിട്ട് പറ്റും. കുഴപ്പമൊന്നുമില്ല. ഇതിനെ നമ്മൾ കൺകറന്റ് ആക്ടിവിറ്റി എന്ന് പറയും. ഒരൊറ്റ നോഡിൽ നിന്ന് നമ്മൾ പോവാണ്, ഒറ്റ നോഡിൽ നിന്ന് നമ്മൾ പോവാണ്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റിനിൽ തന്നിരിക്കുകയാണ് എയ്ക്കും ബിക്കും സിക്കും പ്രിസീഡിങ് ആക്ടിവിറ്റി ഇല്ലാന്ന് തന്നിരിക്കുകയാണ്. എയ്ക്കും ബിക്കും സിക്കും പ്രിസീഡിങ് ആക്ടിവിറ്റി ഇല്ലെന്ന് തന്നിരിക്കുകയാണ്. ക്വസ്റ്റിന്റെ തുടക്കമേ അത് തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. എയ്ക്കും ബിക്കും സിക്കും പ്രിസീഡിങ് ആക്ടിവിറ്റി ഇല്ല, തൊട്ട് മുമ്പ് ആക്ടിവിറ്റികൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡയഗ്രം ഏത് രീതി വരയ്ക്കാം? ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. 1 to 2, 1 to 3, 1 to 4. നോ പ്രോബ്ലം, ഒരു സീനും ഇല്ല. ഇങ്ങനെ വരയ്ക്കാം. അതിനെയാണ് കൺകറന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ അതിനെയാണ് കൺകറന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡമ്മി ആക്ടിവിറ്റി. ഡമ്മി ആക്ടിവിറ്റി, ഡമ്മി ആക്ടിവിറ്റി. ഓക്കെ, ഡമ്മി ആക്ടിവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഡമ്മി ആക്ടിവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത് ഡോട്ടഡ് ലൈനിലാണ്, ഡോട്ടഡ് ആരോയിലാണ്. ഒരു എക്സാമ്പിൾ ഞാൻ നോക്കട്ടെ, ഒരു എക്സാമ്പിൾ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ആക്ടിവിറ്റി, പ്രിസീഡിങ് ആക്ടിവിറ്റി. ഓക്കെ, ആക്ടിവിറ്റി 1 to 2. B, C. ഡിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ഡിയും സിയും ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡമ്മി ആക്ടിവിറ്റി എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി തരികയാണ്. നമുക്ക് ഈ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. എയ്ക്കും ബിക്കും സിക്കും പ്രിസീഡിങ് ആക്ടിവിറ്റി ഇല്ലാന്ന് പറഞ്ഞല്ലേ, പറഞ്ഞല്ലോ. ഈ ഇത് തന്നെ സാധനം നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. എയ്ക്കും ബിക്കും സിക്കും പ്രിസീഡിങ് ആക്ടിവിറ്റി ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതി വരയ്ക്കാം. വരയ്ക്കരുതോ? എ, ബി, സി. ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആയിട്ട് ബിയും സിയും വരണം എന്നാ പറയുന്നത്. ഡി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിക്ക് മുമ്പ് ബിയും സിയും വരണം. അതായത് ബിയും സിയും ഒരു നോഡിൽ ഒന്നിക്കണം, എന്നാലേ നമുക്ക് അവിടുന്ന് ഡി വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ.
ഇവിടെ ബി എന്താണ്ട് ബി ഇങ്ങോട്ടും പോയിരിക്കുന്നു, സി ഇങ്ങോട്ടും പോയിരിക്കുന്നു, രണ്ടും രണ്ട് സൈഡിലേക്ക് പോയിരിക്കുക. അപ്പൊ എന്തോ ചെയ്യും? നമ്മൾ അതിനെ ഒരുമിപ്പിക്കണം. അതിനാണ് നമ്മൾ ഡമ്മി ഉപയോഗിക്കുന്നത്. കണ്ടോ? ഇങ്ങനെ ഒരുമിപ്പിക്കുന്നു, അവിടുന്ന് നമ്മൾ ഡി വരയ്ക്കുന്നു. കണ്ടോ? പറഞ്ഞ മനസ്സിലായോ? അപ്പൊ രണ്ടറ്റത്ത് കിടക്കുന്ന രണ്ട് നോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ്, ബന്ധിപ്പിച്ചതിന് ശേഷം ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നോഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റി വരയ്ക്കാനാണ് നമ്മൾ ഡമ്മി ഉപയോഗിക്കുന്നത്. ചുമ്മാ അനാവശ്യമായിട്ടൊന്നും ഡമ്മി ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അത്യാവശ്യമാണ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഡമ്മി ഉപയോഗിക്കാവൂ. കേട്ടോ? ഓക്കെ, അപ്പൊ ഡമ്മി ആക്ടിവിറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഡമ്മി ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 0 ആയിരിക്കും. കേട്ടോ? ഡമ്മി ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 0 ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം വരുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവുന്നതാണ്. കേട്ടോ? ഓക്കെ, ദാ എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. എ ബി സി. ഈ ഡയഗ്രാം ശരിയാണോ? ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, റോങ് ആണ്. റോങ് ആണ്. ഇത്തരത്തിലുള്ള ഡയഗ്രങ്ങൾ നിങ്ങൾ വരയ്ക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഇങ്ങനെ വല്ലതും നിങ്ങളുടെ ഡയഗ്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കേട്ടോ? നമ്മളെപ്പോഴും ഫോർവേഡ് ആയിരിക്കണം, എപ്പോഴും നമ്മൾ മുമ്പോട്ടായിരിക്കണം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മുമ്പോട്ടാണ് പോകേണ്ടത്, ഒരിക്കലും പുറകോട്ടല്ല വരേണ്ടത്. മുമ്പോട്ട് സഞ്ചരിക്കണം. ഇപ്പൊ കണ്ടില്ലേ, എന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ബിയിലേക്ക് പുറകോട്ട് വന്നിരിക്കുകയാണ്. മുമ്പോട്ടാണോ സഞ്ചരിച്ചിരിക്കുന്നത്? അല്ല, അല്ല. ഇതങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. നമുക്ക് ഈ രീതി വരയ്ക്കാം. ഈ രീതിയിലേ വരയ്ക്കാൻ പറ്റുള്ളൂ. എയും ബിയും സിയും ഈ രീതിയിൽ വരയ്ക്കാം. ഇങ്ങനെ ഒരിക്കലും വരയ്ക്കരുത്, ഈ രീതിയിൽ ഒരിക്കലും വരയ്ക്കരുത്. ഓക്കെ, ഓക്കെ. പിന്നെ ഒരു നോഡിൽ നിന്ന് മറ്റു നോഡുകളിലേക്ക് പോകാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അതുപോലെ തിരിച്ചും വരാം. ഇത് ഇങ്ങോട്ട് വരുന്നു, ഇതുപോലെ ഇങ്ങോട്ടും വരാം. നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ഇങ്ങനെയും വരാം. ഇത് രണ്ടും ശരിയാണ്, യാതൊരു പ്രശ്നമില്ല, യാതൊരു പ്രശ്നമില്ല. പക്ഷെ അതാ ഇത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്, ഇത് തെറ്റാണ്. ഒരു നോഡിൽ നിന്ന് ഒരു നോഡിലേക്ക് രണ്ട് ആക്ടിവിറ്റി പോകാൻ പാടില്ല, ഒന്നിച്ച് പോകാനായിട്ട് പാടില്ല, എളുപ്പപ്പണി കാണിക്കാൻ പാടില്ല. കേട്ടോ? സോ ഇത് തെറ്റാണ്. ഈ രീതിയിൽ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കരുത്. സോ ഇത് ശരിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ശരിയാക്കാൻ എന്ത് ചെയ്യാം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? ഒരു ഡമ്മി ഇട്ട് കൊടുക്കും, എന്നിട്ട് ഇവിടുന്ന് വരയ്ക്കാം. സിമ്പിൾ. സോ ഇത്തരത്തില് ഡയഗ്രാം വരയ്ക്കാൻ പാടില്ല. ഇത് നമ്മൾ തിരുത്തി ഇവിടോട്ട് വരച്ചു. ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിലും കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറയാം. കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ? ഡയഗ്രാം വരയ്ക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചു വേണം ഡയഗ്രാം വരയ്ക്കാൻ. മുമ്പോട്ടാണ് നമ്മൾ പോകുന്നത്, മുമ്പോട്ട്. ദാ 1 to 2, 1 to 3. ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഇത് തെറ്റാണ്. ഇങ്ങനെ നിൽക്കാൻ പാടില്ല. 3 എന്ന് പറയുന്നത് എന്തായാലും 2 കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി വേണം നിൽക്കാൻ. ഇവിടൊക്കെ നിൽക്കാം, ഒരു പ്രശ്നമില്ല. അതാണ് മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല, ഫോർവേഡ് ആണ് നമ്മൾ. ഒരിക്കലും രണ്ടിന്റെ പുറകിലായി പോരുത് 3 എന്ന് പറയുന്നത്. അപ്പോഴും ഫോർവേഡ് ആയിരിക്കണം. സോ കുറച്ചിങ്ങോട്ട് മാറ്റി വരച്ചാൽ മതി. ഇപ്പൊ കറക്റ്റായി, ഇപ്പൊ സീനൊന്നും ഇല്ല. ഇതാ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്, 4 ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. തെറ്റാണ്, സംശയമില്ലാതെ നമുക്ക് പറയാം. അപ്പൊ അതിന് പകരം എന്ത് വരയ്ക്കും? എങ്ങനെ വരയ്ക്കും? എങ്ങോട്ട് വരയ്ക്കും? വരയ്ക്കണം. ഇങ്ങോട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഒരു പ്രശ്നമില്ല. നേരെ ആയാലും കുഴപ്പമില്ല, ഒരിക്കലും ഇങ്ങോട്ടാവാൻ പാടില്ല 4. കേട്ടല്ലോ? അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ അല്ലാതെ വരച്ചു കഴിഞ്ഞാൽ അടിയാ. ഓക്കെ, നമുക്ക് കുറച്ച് ഡയഗ്രാം വരച്ച് പ്രാക്ടീസ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ പഠിക്കാം. അതിന് കുറച്ച് ഡയഗ്രാം വരച്ച് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ഡയഗ്രാംസ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കാൻ. ഓക്കെ, നിങ്ങൾ എഴുതിക്കോണേ. ക്വസ്റ്റ്യൻ നമ്പർ 1 വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ, വളരെ ചെറിയൊരു പ്രോബ്ലം. ആക്ടിവിറ്റി പ്രിസീഡിംഗ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി പ്രിസീഡിംഗ് ആക്ടിവിറ്റി എഴുതിക്കോണേ. എ പ്രിസീഡിംഗ് ആക്ടിവിറ്റി ഇല്ല, ബി പ്രിസീഡിംഗ് ആക്ടിവിറ്റി ഇല്ല. സോ എക്കും ബിക്കും തൊട്ട് മുമ്പ് പരിപാടികളൊന്നും ഇല്ല, പ്രിസീഡിംഗ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ദെൻ സിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി എ ആണെന്ന് പറയുന്നത്. സിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി എ ആണ്, അതായത് സിക്ക് മുമ്പ് എ നടന്നിരിക്കണം, അതാണ്. ദെൻ ഡിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ബി ആണ്, അതായത് ഡിക്ക് മുമ്പ് ഏത് ആക്ടിവിറ്റി നടന്നിരിക്കണം? ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി നടന്നിരിക്കണം. ഇയുടെ ആക്ടിവിറ്റി സി ആണ്, പ്രൊസീഡിംഗ് ആക്ടിവിറ്റി സി ആണ്. ഇക്ക് മുമ്പ് സി നടന്നിരിക്കണം. ദെൻ എഫ് ഡി ആണ്, എഫ് നടക്കുന്നതിന് മുമ്പ് ഡി നടന്നിരിക്കണം. ഇത്രയുമാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഡ്രോ നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയും. ഡ്രോ നെറ്റ്വർക്ക് ഡയഗ്രാം നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. ആദ്യത്തെ 3-4 പ്രോബ്ലം നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ സമയം തരാം നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട്. എന്നിട്ട് ഞാൻ അതിന്റെ ആൻസർ വരച്ച് കാണിക്കാം, ഒന്നൊത്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ പറയുന്നു എക്കും ബിക്കും പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ഇല്ലെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കരുതോ? എ ബി വരയ്ക്കരുതോ? എക്കും ബിക്കും പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. സിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ഏതാണെന്ന് പറയുന്നുണ്ട്. സിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി എ ആണെന്ന് പറയുന്നുണ്ട്. സോ എ കഴിഞ്ഞതിന് ശേഷം വേണം ഏത് തുടങ്ങാനായിട്ട്? സി തുടങ്ങാനായിട്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ബി ആണെന്ന് പറയുന്നുണ്ട്. സോ ബി കഴിഞ്ഞതിന് ശേഷം വേണം ഡി തുടങ്ങാൻ, അല്ലെ? ശരിയല്ലേ വരച്ചിരിക്കുന്നത്? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി സി ആണെന്ന് പറയുന്നു. ഇയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി സി ആണെന്ന് പറയുന്നു. ഇങ്ങോട്ട് വരയ്ക്കേ. ഇയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി സി ആണെന്ന് പറയുന്നു. ശരിയല്ലേ? ശരിയാണ്, യാതൊരു പ്രശ്നമില്ല. ദെൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? എഫിന്റെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ഡി ആണെന്ന് പറഞ്ഞിരിക്കും. എഫിന്റെ ഡി കണ്ടോ? ഈ രീതിയിൽ ഒരു നോഡിൽ നമുക്ക് അവസാനിപ്പിക്കണം. അല്ലാതെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്ന വിചാരിക്കും. ഇങ്ങനെ നിങ്ങൾ ഇപ്പം വരച്ചു വന്നപ്പോ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. സിയുടെ പ്രൊസീഡിംഗ്, അതായത് ഇയുടെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് അങ്ങ് വരച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെ 6 എഴുതിയെന്ന് വിചാരിച്ചു. അതുപോലെ എഫിന്റെ പ്രൊസീഡിംഗ് ആക്ടിവിറ്റി ഡി ആണെന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ഇങ്ങോട്ടും വരച്ചു. കണ്ടോ? ഓപ്പൺ ആയിട്ട് കിടക്കുക. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു നോഡിൽ അവസാനിപ്പിക്കണം. എത്രയും കുറച്ച് നോഡ് യൂസ് ചെയ്യാമോ അത്രയും കുറച്ച് നോഡ് യൂസ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കണം. ചുമ്മാ നോഡൊന്നും കൂട്ടിയിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ രീതിയിൽ സെറ്റ് ചെയ്തത്. കണ്ടോ? ആ 6 എന്ന് പറയുന്ന പോയിന്റിലേക്ക് 6 എന്ന് പറയുന്ന നോഡിലേക്ക് നമ്മൾ എഫിനെ കൂടെ അങ്ങ് യോജിപ്പിച്ചു. സോ അവിടെ എൻഡ് ആയി. ഇവിടെ ഓപ്പൺ ആയിട്ടൊന്നും കിടക്കുന്നില്ലല്ലോ. ഓപ്പൺ ആയിട്ട് കിടക്കാൻ പാടില്ല. ഓപ്പൺ ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, പ്രോബ്ലം തെറ്റാണ്. നിങ്ങൾ ചെയ്ത ഡയഗ്രാം തെറ്റാണ്. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻ തരാം. വെയിറ്റ് പണ്ടുങ്കോ. വേറെ വേണ്ടായോ? ചെയ്ത് പഠിക്കണ്ടേ? ഇത് പഠിക്കാതെ എങ്ങനെ? എ ബി സി ഡി ഇ എഫ് പ്രിസീഡിംഗ് അല്ല, സക്സീഡിംഗ് ആണ് തന്നിരിക്കുന്നത്. സക്സീഡിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്നുള്ളത്. സക്സീഡിംഗ് എ എന്ന് പറയുന്ന ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം വേണം സി തുടങ്ങാൻ. അല്ല, ബി കഴിഞ്ഞിട്ട് വേണം ഡി തുടങ്ങാൻ. സി കഴിഞ്ഞിട്ട് വേണം ഇ തുടങ്ങാൻ.
ഈ ഡി കഴിഞ്ഞിട്ട് വേണം എഫ് തുടങ്ങാൻ. ഇക്കും എഫിനും എന്തില്ല, സക്സീഡിങ് ആക്ടിവിറ്റീസ് ഇല്ല. സോ നമുക്കൊരു ഡയഗ്രാം വരയ്ക്കണം. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കുക, അതിനുശേഷം നിങ്ങൾക്ക് തന്നെ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. മാക്സിമം നോഡിൽ അവസാനിപ്പിക്കണം കേട്ടോ. അനാവശ്യമായിട്ട് നോഡുകളുടെ എണ്ണം കൂട്ടരുത്. വരയ്ക്കാം, ഒന്നിച്ച് വരയ്ക്കാം. ഓക്കെ ഓക്കെ. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. എ ബി അല്ലേ, എ ബി. ഓക്കെ, എ എന്ന് പറയുന്ന ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം വേണം സി വരാനെന്ന് പറഞ്ഞിരിക്കുന്നു. സക്സീഡിങ് എന്ന് പറഞ്ഞാൽ എ കഴിഞ്ഞിട്ട് സി വെച്ച് 4. കുഴപ്പമില്ലല്ലോ. അടുത്ത ബി കഴിഞ്ഞിട്ടാണ് ഡി വരേണ്ടതെന്ന് പറയുന്നത്. ബി കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്. ബിയുടെ സക്സീഡിങ് ആണ് ഡി. സോ ബി കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്. അതും വരച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സി കഴിഞ്ഞിട്ടാണ് ഇ വരുന്നത്. ഓക്കെ, നേരെ തന്നെ പോവാം. നമ്മൾ നേരെ വരച്ചു. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡി കഴിഞ്ഞിട്ടാണ് എഫ് വരുന്നത്. എല്ലാം കഴിഞ്ഞു. ഇക്കും എഫിനും സക്സീഡിങ് ഇല്ലെന്നും പറയുന്നുണ്ട്. ഇത് ശരിയാണോ? ഇനും എഫിനും സക്സീഡിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇല്ല. ഓക്കെ, സമ്മതിച്ചു. ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് ശരിയാണോ? ശരിയല്ല. ഓപ്പൺ ആയിട്ട് കിടക്കല്ലേ. കിടക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ, ഈ എഫിനെ നമ്മൾ എങ്ങോട്ടേക്ക് യോജിപ്പിക്കും? ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കും. കണ്ടോ? മനസ്സിലായോ നിങ്ങക്ക്? സിമ്പിൾ അല്ലേ? സീനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി വേണ്ടായോ? ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി എ ബി സി ഡി ഇ എഫ് ജി. ഓക്കെ, പ്രൊസീഡിങ് ആക്ടിവിറ്റി. ഇവിടെ പ്രൊസീഡിങ് ആണ് വന്നിരിക്കുന്നത്. എ ആദ്യത്തേന് ഇല്ല കേട്ടോ. എക്ക് പ്രൊസീഡിങ് ഇല്ല. എ ബി സി ഡി ഇയും എഫ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്ക്. എ എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് പ്രൊസീഡിങ് ആക്ടിവിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എ ഇങ്ങനെ വരയ്ക്കാം. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് ആണ് എ. സോ ഇവിടെയും പ്രശ്നമില്ല. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് ആണ് എ. ഓക്കെ, ഫൈൻ, ഒരു പ്രശ്നമില്ല. നമ്മൾ വരച്ചു. അടുത്തത് സി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് ആണ് ബി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്ന ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ബി പെർഫോം ചെയ്തിരിക്കണം. സോ നമ്മൾ എങ്ങോട്ട് വരയ്ക്കാം? മുകളിലോട്ട് വരച്ചു, ഒരു ഭംഗി ആയിക്കോട്ടെ. സിയുടെ പ്രൊസീഡിങ് അല്ലേ ബി കിടക്കുന്നത്? സംശയമൊന്നും ഇല്ലല്ലോ. ഇതാണ്ട് ആണല്ലോ. അടുത്തെന്താ? ഡിയുടെ ബി ആന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഡിയുടെ ബി ആന്ന് പറയുന്നുണ്ട്. ഡിയുടെ ബി കണ്ടല്ലോ. കറക്റ്റ് ആണല്ലോ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഇയുടെ സി ആന്ന് പറയുന്നുണ്ട്. ഇയുടെ സി ആന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് വരയ്ക്കാന്ന് വിചാരിക്കുക. ഇയുടെ സി ആണ്. കണ്ടല്ലോ, ഇയുടെ സി ആയിട്ട് വന്നല്ലോ, പ്രൊസീഡിങ് ആയിട്ട് വന്നല്ലോ. കുഴപ്പമൊന്നുമില്ല. എഫിന്റെ ഡി ആണ്. ഓക്കെ, ഫൈൻ, യാതൊരു പ്രശ്നമില്ല. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ജിയുടെ ഇ എഫ് എന്ന് പറയുന്നുണ്ട്. കിടക്കുന്നു. എന്തോ ചെയ്യും? ഡമ്മി കൊടുക്കുവോ നിങ്ങള്? ജിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ഇയും എഫും ആണെന്ന് പറയുന്നു.
നിങ്ങൾ എന്ത് ചെയ്യും? ഡമ്മി ഇടുവോ? ഇവിടെ ഡമ്മി ഇടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ എഫിനെ അങ്ങോട്ട് യോജിപ്പിച്ചാ പോരെ. നമുക്ക് മാക്സിമം നോഡ് കുറയ്ക്കുകയല്ല വേണ്ടേ. സോ ഇവനെ അങ്ങോട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇയും എഫും ഈ ഒരു നോഡിൽ ഒന്നിച്ച് വന്നില്ലേ. സോ ഇവിടുന്ന് നമുക്ക് ജി വരയ്ക്കരുതോ? വരയ്ക്കാം. സോ 7 നോഡിൽ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. 7 നോഡിൽ അവസാനിപ്പിക്കാം. ഡമ്മി ഇടേണ്ട കാര്യമില്ല. കണ്ടോ? ശരിയല്ല ഞാൻ പറഞ്ഞേ? സിമ്പിൾ, സോ സിമ്പിൾ. ഓക്കെ, അടുത്ത് ഡയഗ്രാം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ. എളുപ്പമാണെന്നൊക്കെ നമുക്ക് കാണുമ്പോഴും വരയ്ക്കുമ്പോഴും ഒക്കെ തോന്നും. പക്ഷെ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഒന്ന് വരയ്ക്കാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്, ഡയഗ്രത്തിനുണ്ട്. ക്വസ്റ്റ്യനും കാണും. ധൈര്യമൊക്കെ വെക്കുന്ന കൊള്ളാം, പക്ഷെ നന്നായിട്ട് പഠിക്കാൻ തന്നെ വേണം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി സി ഡി ഇ എഫ് ജി എച്ച് വരെ എഴുതണേ. എക്ക് പ്രൊസീഡിങ് ഇല്ല, ബിക്ക് പ്രൊസീഡിങ് ഇല്ല, സിയുടെ എ ആണ്, ബി എഫിന്റെ സിയും ഇയും ആണെന്ന് പറയുന്നുണ്ട്. എഫിന്റെ സിയും ഇയും. ദെൻ ജിയുടെ ഡി എ, എച്ചിന്റെ എഫും ജിയും ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ശരിക്കും നോക്കിയിട്ട് സാവധാനം നോക്കിയിട്ട് ഒന്ന് വരച്ചു തുടങ്ങി നോക്കട്ടെ പറ്റുമോന്ന്. ഒരു 2 മിനിറ്റ് സമയം തരാം. വേഗം വരയ്ക്കാൻ പറ്റുമോ നോക്കിയേ. അനാവശ്യമായിട്ട് നോഡുകളുടെ എണ്ണം കൂട്ടരുത്. അതോടൊപ്പം അനാവശ്യമായിട്ട് ഡമ്മീസും ഇടാൻ പാടില്ല. ഓക്കെ, നമുക്കൊന്നിച്ച് വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. എക്കും ബിക്കും പ്രൊസീഡിങ് ആക്ടിവിറ്റി ഇല്ല എന്ന് പറയുന്നു. നമുക്ക് ഇങ്ങനെ വരയ്ക്കരുതോ? സിയുടെ എ ആണെന്ന് പറയുന്നുണ്ട്. സിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി എ ആണെന്ന് പറയുന്നുണ്ട്. സോ വരയ്ക്കാം. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. സിയുടെ എ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡിയുടെ ബി ആണെന്ന് പറയുന്നു. ഡിയുടെ ബി ആണെന്ന് പറയുന്നു. ഡിയുടെ ബി ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ വരച്ചു. ഡിയുടെ ബി ആണ്. ഓക്കെ. ഇയുടെ ബി ആണെന്ന് പറയുന്നു. ഇയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി 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 ബി ആണെന്ന് പറയുന്നു. സോ അത് നിങ്ങൾ വരയ്ക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വരയ്ക്കും. നിങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഇപ്പൊ ഞാനാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്യും ആദ്യമേ. സോ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തൊന്ന് വായിച്ചു നോക്കണം. അടുത്ത ആക്ടിവിറ്റി ഏതാണ്, അതിന്റെ പ്രൊസീഡിങ്സ് ഏതാണെന്ന് നോക്കണം. കണ്ടോ? എഫ് ആണ്. എഫിന്റെ പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സിയും ഇയും ചേരുന്ന പോയിന്റിൽ നിന്ന് വേണം വരയ്ക്കാൻ. മനസ്സിലായോ? സിയും ഇയും ചേരുന്ന പോയിന്റിൽ നിന്ന് വേണം എഫ് വരയ്ക്കാൻ. അപ്പൊ ഈ എവിടെ വന്ന് മുട്ടണം? ഈ 4 വന്ന് മുട്ടണ്ടേ? സോ നമുക്ക് ആ ഇ എങ്ങോട്ടേക്ക് വരയ്ക്കാം? ബിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. കണ്ടോ? ഇയുടെ പ്രൊസീഡിങ് ബി ആയില്ലേ? ഒരു പ്രോബ്ലവും ഇല്ല. ഇനി നമുക്ക് അടുത്തത് വരയ്ക്കാൻ പറ്റും. സിന്നും ഇയും പ്രൊസീഡിങ് ആക്ടിവിറ്റി ആണ്. ഏതിന്റെ? എഫിന്റെ. കണ്ടോ? കാര്യം സംഗതി പിടികിട്ടിയോ നിങ്ങക്ക്? ഒന്നുകൂടെ പറയണോ ഗായ്സ്? വേണ്ടല്ലോ? പറയണ്ടല്ലോ?
ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. നോ പ്രോബ്ലം. ഒന്നുകൂടെ പറയുന്നതിലൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഇവിടെ വരെ കൃത്യമായിട്ട് വരച്ചു. ഓക്കെ, ഇവിടെ വരെ യാതൊരു പ്രശ്നമില്ല. അടുത്ത പറഞ്ഞിരിക്കുന്നത് ഈയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ആണ് ബി എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ യൂഷ്വലി ഒരാളാണെങ്കിൽ, ഞാനാണെങ്കിലും തന്നെ ഇങ്ങനെ വരയ്ക്കും. ഈയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് എങ്ങനെ വരയ്ക്കും? ഇതാ ഇങ്ങനെ വരയ്ക്കും. ഈ ഒരു കുഴപ്പമില്ല, ഒരു സീനും ഇല്ല. സീൻ വരുന്നത് എപ്പോഴാണെന്ന് നോക്കണം. ദാ തൊട്ടടുത്തും കൂടെ നിങ്ങൾ അതിന് മുമ്പ് വരയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളൊന്ന് ഓർക്കണം, അടുത്തും കൂടെ ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ദാ കാണുകയാണ് സിയും ഇയും ജോയിൻ ആവുന്ന നോഡിൽ നിന്ന് വേണം എഫ് വരയ്ക്കാനും. അങ്ങനെ നിങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടുന്ന് ഒരു ചിലപ്പോൾ ഡമ്മി ഒക്കെ ഇടേണ്ടി വരും അത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ? എഫിലേക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സിയും ഇയും യോജിപ്പിച്ച് ഡമ്മി ഇടേണ്ടി വരും. സോ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഉണ്ടല്ലോ, ഈ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് അങ്ങ് യോജിപ്പിക്കുക. അപ്പൊ സുഖമായിട്ട് നമുക്ക് സിന്നും ഇന്നും എന്ത് വരയ്ക്കാം? എഫ് വരയ്ക്കരുതോ? അതാണ് പറഞ്ഞത്, അതാ അച്ചായൻ പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് വാ. അപ്പൊ ഇത് രണ്ടെണ്ണം കഴിഞ്ഞേ. ജിയുടെ പ്രൊസീഡിങ് ഡി ആണെന്ന് പറയുന്നുണ്ട്. ജിയുടെ പ്രൊസീഡിങ് ഡി ഇങ്ങോട്ട് വരയ്ക്കാന്ന് വിചാരിക്കാം. ജിയുടെ പ്രൊസീഡിങ് ഡി വരച്ചു. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? എച്ചിന്റെ എഫും ജിയും ആണെന്ന് പറയുന്നു. എച്ചിന്റേത് എഫും ജിയും ആണെന്ന് പറയുന്നു. പിന്നെ പണിപാളി. എഫും ജിയും രണ്ടിടത്ത് കിടക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഡമ്മി ഒക്കെ വരയ്ക്കേണ്ടി വരും. വേണ്ട, എന്ത് ചെയ്യാ? മുമ്പേ ചെയ്ത പോലെ തന്നെ ആ ജിയെ നമ്മൾ എങ്ങോട്ടേക്ക് യോജിപ്പിക്കുക? ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് എഫും ജിയും ചേരുന്ന പോയിന്റിൽ നിന്ന്, നോഡിൽ നിന്ന് എന്ത് വരയ്ക്കാം? എച്ച് വരയ്ക്കരുതോ? നോഡിന്റെ എണ്ണവും കുറയ്ക്കരുതോ? ഡമ്മി വരുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എഫും ജിയും ചേരുന്ന നോഡിൽ നിന്ന് നമ്മൾ എന്ത് വരച്ചു? എച്ച് വരച്ചു. ഇവിടെ എഫ് നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സിയും ഇയും ഒരേ നോഡിൽ വരണമായിരുന്നു. അതും നമ്മൾ വരുത്തി, അല്ലെ? വെറുതെ ഡമ്മി ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ വരുത്തി എഫ് എഴുതി. ഓക്കെ, അപ്പൊ സാറേ ഇനി എന്തിനാ ഈ ഡമ്മി ഒന്നും എങ്ങും ആവശ്യം വരുന്നില്ലല്ലോ സാറേ. പിന്നെന്തിനാ നമ്മൾ ഈ ഡമ്മിയുടെ കാര്യം പഠിച്ചത്? ഡമ്മി വരുന്ന ഒരു പ്രോബ്ലം നമുക്കിപ്പോ ചെയ്യാം. കൂളായിട്ടിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ആക്ടിവിറ്റി, പ്രൊസീഡിങ് ആക്ടിവിറ്റി. എ ആക്ടിവിറ്റി ഇല്ല, പ്രൊസീഡിങ് ആക്ടിവിറ്റി ഇല്ല. ബിയുടെ എ ആണ്, സിയുടെ എ ആണ്, ഡിയുടെ എ ആണ്, ഇയുടെ ബിയും ഡിയും, എഫിന്റെ സിയും ഇയും, ജിയുടേത് എഫ്. ഒന്ന് നോക്കിയേ, സ്റ്റാർട്ട് ചെയ്തോ? നിങ്ങൾ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും, ഞാൻ പുറകെ വരാം. എന്തായി? വരച്ചോ? എക്ക് പ്രൊസീഡിങ് ആക്ടിവിറ്റി ഒന്നും ഇല്ല. സോ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, അല്ലെ? എ ബിയുടെ എ ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങോട്ട് വരച്ചോ.
സിയുടെ എ ആണെന്ന് പറയുന്നുണ്ട്. സിയുടെ എ ആണെന്ന് പറയുന്നത്. സിയുടെ നീട്ടണം അല്ലെ. സിയുടെ എ ആണ്. ഒരിക്കലും 3ന് പുറകെ 4 വരരുത് കേട്ടോ. 3ന് പുറകെ പോകരുത് 4. അത് ഓർത്തോണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡിയുടെ എ ആണെന്ന് പറയുന്നുണ്ട്. ഡിയുടെയും എ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഡിയുടെയും എ ആണെന്ന് പറയുന്നുണ്ട്. സോ ഡിയുടെ എ, സിയുടെ എ, ഡിയുടെ എ അല്ലെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇയുടെ ബിയും ഡിയും ആണെന്ന് പറഞ്ഞു. ഇയുടെ ബിയും ഡിയും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയുടെ ബിയും ഡിയും. ബിയും ഡിയും നിങ്ങൾ കണ്ടോ? രണ്ടും രണ്ടറ്റത്ത് കിടക്കുകയാണ്. ബിയും ഡിയും നിങ്ങൾ കണ്ടോ? രണ്ടും രണ്ടറ്റത്ത് കിടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? പറഞ്ഞു, ഡമ്മി വരയ്ക്കേണ്ടി വരും അല്ലെ. സോ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഡമ്മി വരും. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? ബിയും ഡിയും ഇവിടെ ജോയിന്റ് ആയല്ലോ. എന്ത് വരയ്ക്കാം? ഇ വരയ്ക്കാം. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ? എഫിൽ നിന്ന്, എഫ് എന്ന് പറയുന്നത് സിയും ഇയിൽ നിന്നും വരണമെന്ന് പറഞ്ഞല്ലേ. എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റി സിയിൽ നിന്നും ഇയിൽ നിന്നും സിയും ഇയും പ്രശ്നമുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ നോഡിന്റെ എണ്ണം കൂടാനുള്ള വകുപ്പുണ്ട്. ഒന്നുകൂടെ വരയ്ക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം നമുക്ക്. നിങ്ങളൊന്ന് തുടച്ചോ. 1 ഓക്കെ, 3 എ ഇതുപോലെ എഴുതി. സിക്ക് കുറച്ച് നീളം ഏറെ ഇട്ടോ കേട്ടോ. സിക്ക് കുറച്ച് നീളം ഇട്ടോ. നോഡ് കൊടുക്കാൻ പറ്റട്ടെ. അല്ലെങ്കിൽ എനിക്ക് സി പിന്നെ എഴുതിയാൽ മതി. നിങ്ങൾ ഡി എഴുത്. ബിയുടെയും ഡിയുടെയും സിയുടെയും പ്രിസീഡിങ് എ ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ബിയും ഡിയും ആദ്യം എഴുതുക. സി കുറച്ച് നീളത്തിൽ ഇട്ടോ കേട്ടോ. സി കുറച്ച് നീളത്തിൽ ഇട്ടോ. ഇനി നമുക്ക് നോക്കാം. ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി ബിന്നും ഡിന്നും വരണം അല്ലെ. ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി ബിന്നും ഡിന്നും വരണം. അപ്പൊ ബിയും ഡിയും രണ്ടറ്റത്താണ് കിടക്കുന്നത്. നമ്മളപ്പോ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കും. അപ്പൊ ബിയും ഡിയും ഈ നോഡിൽ ഒന്നിച്ചല്ലോ. ഇവിടെ നിന്നാണ് എന്ത് വരയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇ വരയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇ വരച്ചു അല്ലെ. സോ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് വരേണ്ടത് സിയിൽ നിന്നും ഇയിൽ നിന്നുമാണെന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ സിയും ഇയും ഇവിടെ ജോയിന്റ് ആയില്ലേ. കണ്ടോ, നമ്മൾ ജസ്റ്റ് മാറ്റി വരച്ചപ്പോ നമുക്ക് പറ്റുന്ന കറക്റ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. നോഡും കുറഞ്ഞു. അല്ലെങ്കിൽ മുമ്പത്തെ കേസ് വരച്ചു പോകാനെങ്കിൽ നമുക്ക് 6 നോഡ് ഇപ്പൊ തന്നെ വന്നേനെ അല്ലെ. ഇപ്പൊ നമ്മൾ 5 നോഡിനകത്ത് ആക്കിയത്. സിയും ഇയും ഈ 5ാമത്തെ നോഡിൽ ഒരുമിക്കുന്നുണ്ട്. സോ അവിടുന്ന് നമുക്ക് എന്ത് വരയ്ക്കാം? എഫ് വരയ്ക്കാം അല്ലെ. നോ പ്രോബ്ലം. ദെൻ ജിയിൽ നിന്നാണ് ജിയുടെ പ്രൊസീഡിങ് എഫ് ആണെന്നും പറയുന്നുണ്ട്. കണ്ടോ. സോ ആദ്യം തെറ്റിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. വീണ്ടും വരയ്ക്കുക. നോഡുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. നീട്ടമൊക്കെ കൂടുതൽ ഇട്ട് നോക്കുക. അപ്പൊ കിട്ടും.
ഇപ്പൊ തന്നെ കണ്ടോ, ഞാൻ ആദ്യമേ സിക്ക് ഇത്ര നീളം ഇട്ടിരുന്നില്ല. സിക്ക് ഞാൻ കുറച്ചുകൂടെ നീളം ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു നോഡ് കുറയ്ക്കാൻ പറ്റി. 6 എന്ന് പറയുന്ന ആ നോഡിലേക്ക് ഇതിനകത്ത് ഞാൻ വന്നില്ല, അല്ലെ? 6ലേക്കേ ഞാൻ കടന്നില്ല, 5ൽ നിർത്താൻ പറ്റി. അപ്പൊ ബിയോ സിയോ ഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് നീളം കൂട്ടിയൊക്കെ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടും, കറക്റ്റ് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ. എ, ഇതൂടെ മതി, പ്രാക്ടീസ് ചെയ്യാൻ ഇതൂടെ മതിയാവും കേട്ടോ. എക്ക് പ്രൊസീഡിങ് ഇല്ല, ബിക്ക് എ ആണ്, സിക്ക് എ ആണ്, ഡിയുടെ ബി ആണ്, ഇയുടെ എ ആണ്, എഫിൻ്റെത് ബിയും ഇയും, ജിയുടേത് സി, എച്ചിൻ്റെത് ഡിയും എഫും. അടിപൊളി, പണിയാവോ? ഐയുടേത് എഫ് ആണ്, ഇത് ഐയുടേത് ജി ആണെന്ന് പറയുന്നത്, ജെയുടേത് എച്ചും ഐയും. അയ്യോ, പണിയായി. ഒരു പണിയില്ല, നമുക്ക് നൈസായിട്ട് ചെയ്യാം. നോഡ് കുറയ്ക്കാനുള്ള ട്രിക്കുകളൊക്കെ നമുക്ക് അറിയാം, അല്ലേ? അറിയത്തില്ലയോ? എന്നാ പ്രോബ്ലം? അനാവശ്യമായിട്ട് ഡമ്മി ഇടാതിരിക്കാനും നമുക്കറിയാം. പിന്നെ എന്നാ പ്രോബ്ലം? നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഒരു 2 മിനിറ്റ് സമയം തരാം, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. പിന്നൊരു കാര്യം, നിങ്ങൾ ഈ നീളം കൂടുതൽ ഇടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ തന്നെ ഇടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇതാണ്ട് ഈ രീതിയിലൊക്കെ ഇടാം കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. ഈ രീതിയിലൊക്കെ ഇടാം, നോ പ്രോബ്ലംസ്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. കിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. ആ രീതിയിൽ എഴുതിയില്ലേലും നേരെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുറകോട്ട് പോരുതെന്നേ ഉള്ളൂ, ബാക്ക്വേർഡ് പോരുതെന്നേ ഉള്ളൂ. ഓക്കെ, എക്ക് പ്രൊസീഡിങ് ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലേ? ഓക്കെ, എന്താ പ്രശ്നം? ബിയുടെ എ ആണെന്ന് പറയുന്നുണ്ട്. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് എ ആണെന്ന് പറയുന്നുണ്ട്, അല്ലെ? എ കഴിഞ്ഞിട്ട് വേണം ബി തുടങ്ങാൻ. സോ നമുക്ക് എങ്ങോട്ട് വരയ്ക്കാം? ഇങ്ങോട്ട് വരയ്ക്കാം. സിയുടേതും എ ആണെന്ന് പറയുന്നുണ്ട്. മുകളിലോട്ട് വരച്ചു, ഇച്ചിരി തള്ളി നിൽക്കണം. 4 കേട്ടോ, 4. 3യിൽ നിന്ന് ഇച്ചിരി തള്ളി നിൽക്കണേ. സി, പിന്നെന്താ? ഇതായി. ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി, ഓക്കെ, പിന്നെ എയിൽ നിന്ന് വരുന്ന വല്ലതും ഉണ്ടോ? ഡിയുടെ ബി ആണ്, അല്ലെ? ഡിയുടെ ബി ആണ്, അത് എടുക്കുക. അപ്പൊ 5 ഡിയുടെ ബി, കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. ഈയുടെ എ ആണ്, ഒരിക്കലും നമുക്ക് പുറകോട്ട് പോകാൻ പാടില്ല. 5 കഴിഞ്ഞ് വേണം 6 നിൽക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കേട്ടോ. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. വേണം നിങ്ങൾക്ക് നേരെ വരയ്ക്കായിരുന്നു, ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ അങ്ങ് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും 5 കഴിഞ്ഞ് വേണം 6 നിൽക്കാൻ, നോട് 6 നിൽക്കാൻ 5 കഴിഞ്ഞിട്ട് വേണം നിൽക്കാൻ, അത് മസ്റ്റാണ്. അല്ലാതെ ഒരിക്കലും തന്നെ ഇവിടെ നിന്ന് 6 ഒന്നും കൊണ്ട് എഴുതിയേക്കരുത് കേട്ടോ, തെറ്റിപ്പോ, തെറ്റാണ്. ഓക്കെ, അപ്പൊ അത് എഴുതി. അപ്പൊ ഇതും കഴിഞ്ഞു. എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ തൊട്ട് മുമ്പ് നടക്കുന്നത് ബിയും ഇയും ആണെന്ന് പറയുന്നുണ്ട്. ബിയും ഇയും എന്ത് ചെയ്യും? ബി ഇവിടെ കിടക്കുന്നു, ഇ ഇവിടെ കിടക്കുന്നു. ബി ഇവിടെ കിടക്കുന്നു, ഇ ഇവിടെ കിടക്കുന്നു. എന്ത് ചെയ്യും? അവിടെ നമ്മൾ ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. സോ നമ്മളൊരു ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യണം.
സീറോ ആണ് അതിന്റെ 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 ഇത് ടൈം വരുന്ന സീറോ ആണ്. ഡമ്മിന്ന് കൊടുത്താൽ മതി. ആൽഫബറ്റ് വേറെ ഒന്നും കൊടുക്കണ്ട, ഡമ്മിന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബിന്നും ഇന്നും എന്ത് വരയ്ക്കാം? എഫ് വരയ്ക്കരുതോ? എഫ് വരച്ചാട്ടെ, എഫ് വരച്ചാട്ടെ, എഫ് വരച്ചാട്ടെ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇവിടെ എഫ് വരച്ചു എന്ന് വിചാരിച്ചു, ഇവിടെ എഫ് വരച്ചു എന്ന് വിചാരിച്ചു. ഒരു രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് ഒരെണ്ണം ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്തോ എഴുതിയിരിക്കുന്നത്? എച്ചിന്റെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ഡിയും എഫും ആണെന്ന് പറയുന്നുണ്ട്. എച്ചിന്റെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ഡിയും എഫും ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എഫ് ഇവിടെ വരച്ചാൽ വീണ്ടും ഡമ്മി ഇടേണ്ടി വരില്ലേ? എഫ് നമ്മൾ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ വീണ്ടും ഡമ്മി ഇടേണ്ടി വരത്തില്ലേ ഡിയുമായിട്ട് യോജിപ്പിക്കാൻ? അപ്പൊ നമ്മൾ അത് കുറയ്ക്കാൻ എന്ത് ചെയ്യും? കുറയ്ക്കാൻ എന്ത് ചെയ്യും? ആ എഫിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. കണ്ട, ഇപ്പൊ ബാക്ക്വേർഡ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് 5നെ കുറച്ചുകൂടെ അങ്ങോട്ട് തള്ളാം. ബാക്ക്വേർഡ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് 5നെ കുറച്ചിങ്ങോട്ട് തള്ളാം. ഓക്കെ, നേരെ നേരെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്കപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യാം? ആ ഒരു ഏതായിരുന്നു എഫ് വരയ്ക്കാം. ഓക്കെ, അപ്പം എഫ് ആയിരുന്നു, എഫ് ആയിരുന്നു. ബിന്നും ഇന്നും ബിന്നും ഇന്നും എഫ്. ഓക്കെ, ബിയും ഇയും ഈ പോയിന്റിൽ ജോയിന്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് എഫ് വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ഓക്കെ, എഫ് വരച്ചു. അപ്പൊ ഇനി നമുക്ക് ജിയുടെ അതവിടെ കിടന്നോട്ടെ. നമുക്ക് ഇത് നമ്മൾ മൈൻഡ് ചെയ്തില്ലേ, പിന്നെ എടുക്കണ്ടേ. ജിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി സി ആന്ന് പറയുന്നുണ്ട്. ജിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി സി ആന്ന് പറയുന്നുണ്ട്. നമ്മൾ എങ്ങോട്ട് വരയ്ക്കുന്നു? ജിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി സി ആണ്. ജിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി സി ആണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇനിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എച്ചിന്റെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ഡിയും എഫും ആണ്. ഡിയും എഫും ഈ ഒരു നോഡിൽ ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വരയ്ക്കാം? അതിൽ നിന്ന് എന്ത് വരയ്ക്കാം? എച്ച് വരയ്ക്കാം അല്ലെ? 7, 8 വരും. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, എച്ച് ഇങ്ങോട്ട് വരച്ചാൽ പോരായിരുന്നോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അല്ലെ? എച്ച് ഇങ്ങോട്ട് മുകളിലോട്ട് വരച്ചാൽ പോരായിരുന്നോ, എന്തിനാ 8 എന്ന് പറയുന്ന നോഡ് ഇട്ടത് എന്ന് നിങ്ങൾക്ക് വേണേ ചോദിക്കാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങനെ ഇട്ടെന്ന് വിചാരിച്ചു, ഇങ്ങോട്ട് ഇട്ടെന്ന് വിചാരിച്ചു, ഡിയും എഫും എച്ച് ഇങ്ങോട്ട് ഇട്ടെന്ന് വിചാരിച്ചു. ഇതൊന്ന് നോക്കി, ഇവനെ ഒന്ന് നോക്കി, ലാസ്റ്റിലത്തെ ജെ എന്ന് പറയുന്ന ആക്ടിവിറ്റി വരയ്ക്കേണ്ടത് എച്ചിൽ നിന്നും ഐയിൽ നിന്നുമാണ്. സോ ഇത് എച്ചും ഐയും ആണോ? എച്ചും ഐയും ജോയിന്റ് ആവുന്ന പോയിന്റ് ആണോ ഈ 7 എന്ന് പറയുന്ന നോഡ്? അല്ല. അതുകൊണ്ട് നമുക്ക് അവനെ അങ്ങോട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എച്ചിനെ ഇങ്ങോട്ട് എഴുതും, 8 നോഡ് ഇട്ട് ഇങ്ങോട്ട് എഴുതും. ഓക്കെ, അടുത്തത് നോക്കും. ഐയുടെ ജി ആണെന്ന് പറയുന്നുണ്ട്. ഐയുടെ ജി ആണ്, ഐയുടെ ജി ആണെന്ന് പറയുന്നുണ്ട്. ഐയുടെ ജി ആണ്, ഐയുടെ ജി ആണ്. ഇങ്ങോട്ട് യോജിപ്പിക്കാം. ഐയുടെ ജി ആണ്. ഓക്കെ, ഐ. സോ എച്ച് ഐയും ഈ ഒരു പോയിന്റിൽ വന്നതുകൊണ്ട് തന്നെ, 8 എന്ന് പറയുന്ന പോയിന്റിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ജെ വരയ്ക്കരുതോ? കണ്ടോ, 9 നോഡിനകത്ത് നമ്മള് കാര്യം കഴിയും. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കുറച്ച് കൺഫ്യൂസിങ് ആണ്. എപ്പോഴും ഈ 2 പോയിന്റ് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, 2 പ്രൊസീഡിങ് ആക്ടിവിറ്റി ജോയിൻ ആവുന്ന നോഡിൽ നിന്നാണ് അടുത്ത ആക്ടിവിറ്റി വരേണ്ടതെന്ന് പറയുമ്പോൾ പിന്നീട് കിടക്കുന്ന ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അതുകൂടെ നോക്കി വേണം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് കേട്ടോ. സംശയമുണ്ടോ ഇതില്? സംശയമുണ്ടോ ഇതില്? അയ്യോ ചൂട്.
സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഏരിയകളിലേക്ക് കടക്കുകയാണ്. ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് എന്താണ്? ക്രിട്ടിക്കൽ പാത്ത് ദ ലോങ്സ്റ്റ് path in the network is called critical path. That is critical path is the critical path is defined as the frequency of activity which will require greatest normal time to accomplish. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സംശയമൊന്നും ഇല്ലല്ലോ. ഫസ്റ്റ് മെത്തേഡ്, ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യാനായിട്ട് പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതുക. ആക്ടിവിറ്റി preceding activity ടൈം ഡ്യൂറേഷൻ. നമുക്ക് ഇനിയും നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കല്ലേ, അപ്പൊ ടൈം ഡ്യൂറേഷൻ ഒക്കെ തരും കേട്ടോ. അതും ചെറിയൊരു പ്രോബ്ലം ആണ്. എ ബി സി ഡി ഇ. പ്രിസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എ സിയും ടൈം ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 4 2 1 4 5. Compute critical path. Identify computer identify critical path and time duration. നമുക്ക് തന്നിരിക്കുന്ന ഈ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങളൊരു ഡയഗ്രാം, ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ആദ്യം പ്രിപ്പയർ ചെയ്യാം. സിമ്പിൾ ഒരെണ്ണമാണ്, സിമ്പിൾ ഒരു ഡയഗ്രാം ആണ്. അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ നിങ്ങൾക്ക്. എക്കും ബിക്കും പ്രൊസീഡിങ് ആക്ടിവിറ്റി ഇല്ല. സോ ഇതാ ഇങ്ങനെ എഴുതരുത്. സിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി എ ആണെന്ന് പറയുന്നുണ്ട്. സിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി എ ആണെന്ന് പറയുന്നുണ്ട്. സിയുടെ പ്രൊസീഡിങ്, സിക്ക് മുമ്പ് എ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡിക്ക് മുമ്പ് ബി ആണെന്നും പറയുന്നുണ്ട്. ഡിക്ക് മുമ്പും ബി ആണെന്ന് പറയുന്നുണ്ട്. ഡിക്ക് മുമ്പും ബി ആണ്, അതും ഓക്കെ. ഇക്ക് മുമ്പ് സിയും ഡിയും ആണെന്ന് പറയുന്നുണ്ട്. ഇക്ക് മുമ്പ് സിയും ഡിയും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് ജോയിൻ ആവുന്നത് ഇവിടെയാണ് അല്ലെ. സോ ഇവിടുന്ന് നമുക്ക് ഡി വരയ്ക്കരുത്, സോറി ഇ വരയ്ക്കരുത്. ചിലരൊക്കെ ഡി ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടാവും അല്ലെ, എന്നിട്ട് ഇവിടെ 5 എന്നുള്ള നോഡ് എഴുതിയിട്ടുണ്ടാവും.
സോ അപ്പൊ ഈ വരയ്ക്കാൻ പറ്റുമോ? ഈ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലെ? സോ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഡി എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി 4 എന്ന് പറയുന്ന നോഡിലേക്ക് ഒരുമിപ്പിച്ചാൽ അവിടെ ഈസി ആയിട്ട് ഈ വരയ്ക്കാം. ഇങ്ങനല്ല ഡയഗ്രം കിട്ടിയ നിങ്ങൾക്ക്? ഇങ്ങനല്ല ഡയഗ്രം കിട്ടിയ? ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഡ്യൂറേഷനും കൂടെ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടതാണ്. എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടൈം ഡ്യൂറേഷൻ 4 ആണ്. സോ അത് ഇവിടെ കൊടുക്കുക, 4. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടൈം ഡ്യൂറേഷൻ 2 ആണ്, അതും കൊടുക്കുക. സി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ എത്രയാ? 1 ആണ്, 1. ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെയോ 4 ആണ് അല്ലെ? ഡി എവിടെ? 4 ആണ്. ഈ എടയോ 5 ആണ് അല്ലെ? സോ ഇവിടെ നമുക്ക് എത്ര പാത്തുകൾ ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ എടുത്തെഴുതണം. എത്ര പാത്തുകളുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ടൈം ഡ്യൂറേഷനും കണ്ടുപിടിക്കണം. 1 നിന്ന് 5 എത്താൻ ഏതൊക്കെ വഴികളുണ്ട്? നമുക്കിവിടെ 2 വഴികളുണ്ട്. അതായത് 1 നിന്ന് 2 വരാം, 2 നിന്ന് 4 വരാം, 4 നിന്ന് 5 വരാം. അതായത് ഇങ്ങനെ നമുക്ക് പോവാം. അല്ലെന്നുണ്ടെങ്കിലോ 1 നിന്ന് 3 വരാം, 1 നിന്ന് 3 വരാം, 3 നിന്ന് 4 വരാം, 4 നിന്ന് 5 വരാം. അങ്ങനെ 2 പാത്താണ് നമുക്കുള്ളത് അല്ലെ? 1 to 2, 2 to 4, 4 to 5. ഇതൊരു പാത്ത്. അതിന്റെ ടൈം ഡ്യൂറേഷൻ എത്ര വരും? 1 to 2 4, 2 to 4 എത്രയാ? 1. ദെൻ 4 to 5 5. എത്ര വരും? 4 5 10 വരും. 10 ഡേയ്സ് വരും അല്ലെ? എന്നാൽ രണ്ടാമത്തെ പാത്തിന്റെയോ 1 to 3 എത്ര വരും? 2. 3 to 4 പ്ലസ് എത്രയാ? 3 to 4. ഓക്കെ. ദെൻ 4 to 5 അല്ലെ? അതിന്റെ എത്രയാ ടൈം ഡ്യൂറേഷൻ? 5. 4 2 6 5 11 ഡേയ്സ്. സോ ഇവിടുത്തെ ഹൈയസ്റ്റ് ഏതാണോ അതായിരിക്കും ക്രിട്ടിക്കൽ പാത്ത്. നമ്മൾ പറഞ്ഞു ഗ്രേറ്റസ്റ്റ് നോർമൽ ടൈം അതായിരിക്കണം ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ചെറുതല്ല എടുക്കേണ്ടത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതല്ല നിങ്ങൾ എടുക്കേണ്ടത്, 11 ഡേയ്സ് ആണ് എടുക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുന്നത് ഈ ഒരു പാത്തിലൂടെ പോയാൽ മാത്രമാണ്. അപ്പൊ 11 ഡേയ്സ് എന്തായാലും എടുക്കും. അതിനാണ് നമ്മൾ പറയുന്നത് ഗ്രേറ്റസ്റ്റ് നോർമൽ ടൈം ടു അക്കംപ്ലിഷ്. ഓക്കെ. സോ ഇവിടുത്തെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? 1 to 3, 3 to 4, 4 to 5. ആൽഫബറ്റിക്കലി പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? 1 to 3 എന്ന് പറയാം B-D-E അല്ലെ? ഇങ്ങനെ പറയാം. അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 11 ഡേയ്സ്. രണ്ടും കണ്ടുപിടിച്ചു. നമ്മളോട് ചോദിച്ച 2 ക്വസ്റ്റ്യൻ ആൻസറും കണ്ടുപിടിച്ചു. കണ്ടോ? വളരെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ക്രിട്ടിക്കൽ പാത്തിന്റെ. സംശയമുണ്ടോ പ്രോബ്ലത്തില്? ഇല്ല. ഓക്കെ, അടുത്ത ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് ആക്ടിവിറ്റി 1 to 2. Activity 1 to 2, 5. 2 to 3, 5. 2 to 4, 9. 2 to 5, 12. 3 to 5, 6. 4 to 5, 0. ഡമ്മിയാണ് കേട്ടോ. 4 to 5 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഡമ്മിയാണ്. ഇത്തരത്തിലാണ് ആക്ടിവിറ്റീസ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഡയഗ്രാം വരയ്ക്കാൻ പറ്റും, വലിയ പ്രശ്നമില്ല. ABCD വരുമ്പോഴാണ് മിക്കപ്പോഴും പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. 5 to 6, 8. 6 to 7, 6 വരും. Find out critical path and time duration. ഈ രീതിയിൽ നിങ്ങൾക്ക്
1 to 2 2 to 3 എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ പ്രോബ്ലത്തിൽ കിടക്കുന്നെങ്കിൽ, ക്വസ്റ്റിനിൽ കിടക്കുന്നെങ്കിൽ പെട്ടെന്ന് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കാം? 1 to 2, 2 to 3 അല്ലെ, 2 to 4, 2 to 5, 2 to 5. ചൂടെ വേണം വലുതാക്കാം അല്ലേ. വലുതാക്കാം. Sorry, 1 to 2, 3, 5, 3 to 5 ഉണ്ടല്ലേ, 3 to 5, then 4 to 5, 4 to 5, 5 to 6 ഉണ്ടോ? 5 to 6, 6 to 7. ഇത്രയാണ് നമ്മുടെ ഡയഗ്രാം അല്ലെ. സോ 1 to 2 സമയം കൂടി ഇട്ട് കൊടുത്തേ, സോറി ടൈമും കൂടി ഇട്ട് കൊടുത്തേ. സമയം തന്നെ 5, 2 to 3 എത്രയാ 5, 2 to 4 എത്രയാ 9, 2 to 5 12, 3 to 5 എത്രയാ 6, 4 to 5 എത്രയാ 0. ഡമ്മി ആണ് അല്ലെ. സോ ഡമ്മി ആയതുകൊണ്ട് നമ്മള് ഇതാ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഡമ്മി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. ഡോട്ട്സ് ഇടണേ, ബ്രാക്കറ്റ് ഡമ്മി എന്നും കൊടുത്തു. ഓക്കെ, പെട്ടെന്ന് വരച്ചപ്പോ അങ്ങ് മാറിപ്പോയതാണ്. ദെൻ 5 to 6 എത്രയാ ടൈം 8 ആണ് അല്ലെ. 6 to 7 6. എത്ര പാത്ത് ഉണ്ട് 1 ൽ നിന്ന് 7 എത്താൻ? എത്ര പാത്തുകൾ ഉണ്ട് കുട്ടികളെ? എത്ര പാത്തുകൾ ഉണ്ടാവും? 3 പാത്തുകൾ ഉണ്ട് അല്ലെ. 1 to 2 ഉണ്ട്, 2 to 3 ഉണ്ട്, 3 to 4 ഉണ്ട്, സോറി 3 to 5 ഉണ്ട്, 5 to 6 ഉണ്ട്, 6 to 7 ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ 1 to 2 ഉണ്ട്, 2 to 5 ഉണ്ട്, 5 to 6 ഉണ്ട്, 6 to 7 ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിലോ 1 to 2 ഉണ്ട്, 2 to 4 ഉണ്ട്, 4 to 5 ഉണ്ട്, 5 to 6 ഉണ്ട്, 6 to 7 ഉണ്ട്. അങ്ങനെ 3 പാത്തുകളുണ്ട്. 3 പാത്തുകളും എഴുതണം. പിന്നെ ഒരു കാര്യം, ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എഴുതിയപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ക്രിട്ടിക്കൽ പാത്ത് വന്ന ആ ഒരു പാത്ത് ഉണ്ടല്ലോ, അതായത് 1 to 3, 3 to 4, 4 to 5, അതായിരുന്നല്ലോ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. അത് ദാ ഈ രീതിയിൽ ഡബിൾ ലൈൻ വരച്ച് ഒന്ന് ഡിനോട്ട് ചെയ്തേക്കണേ. ഡബിൾ ലൈൻ വരച്ച് പറയാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ക്രിട്ടിക്കൽ പാത്ത് ഡബിൾ ലൈൻ വരച്ച് ഡിനോട്ട് ചെയ്യണം, മറക്കരുതേ. അപ്പൊ നമുക്ക് ഇതിന്റെ പാത്തൊക്കെ ഒന്ന് എഴുതാം. ഇതിന്റെ പാത്തൊക്കെ ഒന്ന് എഴുതാം. 1 to 2, 2 to 3, 3 to 5, 5 to 6, 6 to 7. ഇതിന്റെ ഡ്യൂറേഷൻ നോക്കിക്കേ, 5 പ്ലസ് 2 to 3 5 പ്ലസ് 5 എത്രയാ 6 പ്ലസ് 5 to 6 8 പ്ലസ് 6 അല്ല, 10 16 16 30 ആണോ? 30 ഡേയ്സ്. സെക്കൻഡ് വൺ, സെക്കൻഡ് പാത്ത് ഏതാ? Second path, second path 1 to 2, 2 to 5, 5 to 6, 6 to 7. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 5 പ്ലസ് 12 പ്ലസ് 8 പ്ലസ് 6 അല്ലേ. 12 5 17 20 31 ആണോ? 31 ആണോ? തേർഡ് പാത്ത് 1 to 2, 2 to 4, 4 to 5, 5 to 6,
6 to 7. അതായത് 5 plus 9 plus 0 plus 8 plus 6. 14, 28. 28 days. സോ ഇതിലേതാണ് ക്രിട്ടിക്കൽ പാത്ത്? ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് അല്ലെ. 31 ഡേയ്സ് വരുന്ന 1 to 2, 2 to 5, 5 to 6, 6 to 7 എന്ന് പറയുന്ന ആ ഒരു പാത്താണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. അതായത് ഇതാ ഇത്. സോ നമ്മൾ ഡബിൾ ലൈൻ വരച്ച് ഇത് ഡിനോട്ട് ചെയ്യണം. കണ്ടോ? ഡബിൾ ലൈൻ വരച്ച് ഡിനോട്ട് ചെയ്താണ്ടോ? ആൽഫബറ്റിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽഫബറ്റ്സ് കൊടുക്കാം. ആൽഫബറ്റിക്കലി പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ആൽഫബറ്റ് ഇട്ട് നോക്കി ചെയ്താൽ മതി. പലരും പലതായിരിക്കുമല്ലോ ഇടുന്നത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ആൽഫബറ്റ്സ് ഇടുന്നുണ്ടെങ്കിൽ ഇടാം, ഇട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇട്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി വേണോ പ്രോബ്ലം? ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് മെത്തേഡിൽ കണ്ടുപിടിക്കാനുള്ള ഇനി പ്രോബ്ലം വേണോ? വേണം, ഒന്നുകൂടെ തരാം. നിങ്ങൾ തറവാവണം, സംഭവം തറവാവണം, അല്ലെ ശരിയായി. അതുവരെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ആക്ടിവിറ്റി 1 to 2 ടൈം 2, 1 to 3, 2, 4, 1, 2 to 5, 4, 3 to 6, 8, 3 to 7, 5, 4 to 6, 3, 5 to 8, 1, 6 to 9, 5, 7 to 8, 4, 8 to 9, 3. Compute critical path. And project duration time. വരയ്ക്കാൻ പറ്റുമോ നോക്കിയാൽ 1 to 2, 1 to 3 എന്നൊക്കെ പറഞ്ഞല്ലേ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. നോക്കിയാൽ വരയ്ക്കാൻ പറ്റുമോ? 1 to 2, 1 to 3, 1 to 4, then 2 to 5, 2 to 5, 3 to 6, 3 to 7, 3 to 7, then 4 to 6, 4 to 6, to 6. ഓക്കെ, 4 to 6 ഇത് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 7 മോളി വരയ്ക്കാം അല്ലെ? 7 മോളി വരയ്ക്കാം, 7 മോളിലോട്ട് ആയിക്കോട്ടെ. ഓക്കെ, 4 to 6 നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കാം. 4 to 6, 5 to 8, 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 6 to 9,
6 to 9, 7 to 8, 7 to 8, 8 to 9, 9 ഉള്ളൂ. 9 ഉള്ളൂ. 1 to 2ന്റെ ടൈം ഡ്യൂറേഷൻ കൊടുക്കുക. 1 to 2 ടൈം ഡ്യൂറേഷൻ 2 ആണ്. 1 to 3യുടെ എത്രയാ? 2 ആണ്. 1 to 4ന്റെ 1 ആണ്. 2 to 5ന്റെ എത്ര വരും? 2 to 5ന്റെ 4 വരും. 2 to 5ന്റെ 4 വരും. 3 to 6ന്റെ എത്രയാ? 3 to 6 8 വരും. 3 to 7 എത്രയാ? 3 to 7 5 വരും. 4 to 6 എത്രയാ? 4 to 6 എവിടെ? 4 to 6 4 to 6 3 വരും. 5 to 8 എന്ത് ചെയ്യും? 5 to 8 5 to 8 5 to 8ന്റെ 1 ആണ് അല്ലെ. 6 to 9 എവിടെ? 6 to 9 ഇതാ കിടക്കുന്നു 5. 7 to 8 എന്ത് ചെയ്താണ്ട് കിടക്കുന്നു 4. 8 to 9 എവിടെ? എവിടെടാ നീ? അതെ. 1ൽ നിന്ന് 9ലേക്ക് എത്താൻ എത്ര പാത്തുകൾ ഉണ്ടെന്ന് നോക്കുക. 1ൽ നിന്ന് 9ലേക്ക് എത്താൻ എത്ര പാത്തുകൾ ഉണ്ടെന്ന് നോക്ക്. ഒരു പാത്ത് ഞാൻ പറയാം. 1 to 2 ഉണ്ട്. 2 to 5, 5 to 8, മുകളിൽ കൂടെ പോവാം. 5 to 8, 8 to 9. ഇതൊരു പാത്താണ്. അതിന്റെ ഡ്യൂറേഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. 2 + 4 + 1 + 3. 4 2 6 1 7 10 ആണ്. 10 വരും. രണ്ടാമത്തെ പാത്ത് 1 to 3, 3 to 7, 7 to 8, 8 to 9. അതുകൊണ്ട് ഓക്കെ. 1 to 3യുടെ 2 + 3 to 7ന്റെ 5 + 4 + 3 എത്ര വരും? 5 2 7 4 11 11 3 14 അല്ലെ. തേർഡ് പാത്ത് താഴെ അടിവാരത്തേക്ക് വന്നു. നമ്മൾ അടിവാരമാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. 1 to 3 അല്ലെ. 1 to 3, 3 to 6, 6 to 9 വരാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 3യുടെ 2 + 8 + 5 പിന്നെ 10 5 15 വരും. ലാസ്റ്റ് പാത്ത് ഏതാണ്? 1 to 4, 4 to 6, 6 to 9. അതിന്റെ 1 3 + 5 3 1 4 5 9 ഡേയ്സ്. ഓക്കെ ഗായ്സ്, ഇവിടെ ക്രിട്ടിക്കൽ പാത്ത് ഏതായിരിക്കും? ഗ്രേറ്റസ്റ്റ് നോർമൽ ടൈം വരുന്നതായിരിക്കും. അതായത് 15 days. അതായത് 1 to 3, 3 to 6, 3 to 6 വളഞ്ഞു 3 to 6, 6 to 9. അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. ഡബിൾ ലൈൻ ഇട്ട് കാണിക്കണം. ഓക്കെ, ഇവിടുത്തെ ക്രിട്ടിക്കൽ പാത്ത് 1 to 3, 3 to 6, അതുപോലെ 6 to 9. അവിടുത്തെ ടൈം ഡ്യൂറേഷൻ 15 days. രണ്ടും കണ്ടുപിടിച്ചു. ആൻസർ രണ്ടും കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ ഉണ്ടോ? സോ ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ ഫസ്റ്റ് മെത്തേഡ്? ഫസ്റ്റ് മെത്തേഡിൽ സംശയം ഉണ്ടോ? ഫസ്റ്റ് മെത്തേഡിൽ സംശയമില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് കടക്കാം. സെക്കൻഡ് മെത്തേഡിലേക്ക് കടന്ന് അതിന്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നമുക്ക് അവസാനിക്കാം. സെക്കൻഡ് മെത്തേഡ്
സെക്കൻഡ് മെത്തേഡ്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഫോർവേഡ് പാത്ത്, ഫോർവേഡ് പാത്ത് ജസ്റ്റ് എഴുതിക്കോ, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ, സീനൊന്നും ഇല്ല, മനസ്സിലാവും. ടു കമ്പ്യൂട്ട് the earliest start and earliest finish time of each activity. Bracket ഒരു ഇക്വേഷൻ ആണ്. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ടെയിൽ ഇവന്റ്. ടെയിൽ ഇവന്റ് ഏതാണെന്നൊക്കെ അറിയാലോ അല്ലെ? കുറച്ച് ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കണേ, ടെയിൽ ഇവന്റ് ഏതാണെന്നുള്ള. EST plus time duration. Okay, then backward path. To compute the latest start and latest finish time of an activity. To compute the latest start and latest finish time of an activity. Equation: latest finish time of head event LFTH minus time duration. Okay. ഒന്നും പേടിക്കൊന്നും വേണ്ട, സാധനം സിമ്പിളാ, നമുക്ക് പഠിക്കാം കേട്ടോ. എഴുതിയോ? നമ്മള് ക്രിട്ടിക്കൽ പാത്ത് വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്, സെക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. അതിനാണ് നമ്മൾ ഈ ബാക്ക്വേർഡ് പാത്തും അതുപോലെ ഫോർവേഡ് പാത്തും എന്താണെന്ന് ജസ്റ്റ് എഴുതിയത്. സോ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്ത ആ ഒരു പ്രോബ്ലം ഇല്ലേ, അത് തന്നെ ഞാൻ ഒന്നുകൂടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് നമുക്കൊന്ന് കാര്യങ്ങൾ പിടികിട്ടാൻ വേണ്ടി ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അത് തന്നെയാണ് നിങ്ങൾ എഴുതിക്കുവാണേ, ABCD preceding ABCD. Time duration 4, 2, 1, 4, 5. ഓക്കെ, ഡയഗ്രം ഒന്ന് വരച്ചേ, ഡയഗ്രം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. നിങ്ങൾ വരച്ചോ, നിങ്ങൾ മറ്റേത് നോക്കണ്ട, പഴയത് നോക്കണ്ട, അല്ലാതെ തന്നെ ഒന്നുകൂടെ വരയ്ക്ക്. എങ്ങനെയായിരുന്നു ഡയഗ്രാം വരിക? എങ്ങനെയായിരുന്നു ഡയഗ്രാം വരിക? വരച്ചു. ഞാൻ ദാ വരുന്നു.
ഇങ്ങനെ ആയിരുന്നില്ലേ ഡയഗ്രാം വന്നിരുന്നത്? ഇങ്ങനെ ആയിരുന്നില്ലേ ഡയഗ്രാം വന്നിരുന്നേ? ആണല്ലോ. ആക്ടിവിറ്റി എ, ബി, സി, ഡി, ഇ. ടൈം ഡ്യൂറേഷൻ കൊടുക്കണം. എയുടെ എത്രയാ? ബിയുടെ എത്രയാ? 2. സി 1. ഡിയുടെ 4. ഇയുടെ എത്രയാ? 5. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ദാ ഓരോ നോഡിന് മുകളിലും ദാ ഈ രീതിയിൽ ബോക്സുകൾ കൊടുക്കുക. ഓരോ നോഡുകൾക്ക് മുകളിലും ഇതേ രീതിയിൽ ബോക്സുകൾ കൊടുക്കുക. കൊടുത്തോ? ഇതേ രീതിയിൽ ബോക്സുകൾ കൊടുത്തു. ബോക്സുകൾ കൊടുത്തിട്ട് പറ. ഓക്കെ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർവേഡ് പാത്താണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫോർവേഡ് പാത്ത്. അതായത് ഈ ബോക്സുകളിലെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ബോക്സുകളിലെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ. സ്റ്റാർട്ടിങ് സീറോയിലായിരിക്കും. സ്റ്റാർട്ടിങ് സീറോയിലായിരിക്കും. അവിടെ യാതൊരു സംശയമില്ല. സ്റ്റാർട്ടിങ് സീറോയിലായിരിക്കും കേട്ടോ. ഇവിടുത്തെ സീറോ ഇടരുത്, ഇവിടെ സീറോ ഇടരുത്, ഇപ്പൊ ഇടരുത്. പറയാം. സ്റ്റാർട്ടിങ് സീറോ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കണം. ഈ ഒരു കോളത്തിലെ നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഈ 0+4 ചെയ്യാം. 0+4 ചെയ്യാം. ടൈം ഡ്യൂറേഷൻ, എയുടെ ടൈം ഡ്യൂറേഷൻ 0+4 ചെയ്യുക. എത്ര വരും? 4 വരും. സംശയമുണ്ടോ? സംശയമില്ലല്ലോ. ഇല്ല. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 എന്ന് പറയുന്ന ആ നോഡിലെ ഇവിടുത്തെ വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾ നോർമലി നിങ്ങൾ 4+1 5 എഴുതും അല്ലെ? ഈ 4ഉം ഈ +1ഉം കൂടെ ചെയ്യുമ്പോൾ 5 നിങ്ങൾ എവിടെ എഴുതും? പക്ഷെ അങ്ങനെ എഴുതാൻ പാടില്ല. അങ്ങനെ എടുത്ത് ചാടി എഴുതാൻ പാടില്ല. കാരണം ഞാൻ പറയാം. 4 എന്ന് പറയുന്ന നോഡിലേക്ക് 3യിൽ നിന്നും വരുന്നുണ്ട്. കണ്ടോ? 3യിൽ നിന്നും ആരോ വരുന്നുണ്ട്, 2യിൽ നിന്നും ആരോ വരുന്നുണ്ട്. 2 എന്ന് പറയുന്ന നോഡിൽ നിന്നും ആരോസ് വരുന്നുണ്ട്, 3 എന്ന് പറയുന്ന നോഡിൽ നിന്നും ആരോസ് വരുന്നുണ്ട്. കേട്ടോ? കണ്ടല്ലോ? ഓക്കെ. അപ്പൊ നമ്മളിവിടെ മാക്സിമം എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ 3യുടെ ഈ നോഡിലെ വാല്യൂ കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതൊന്ന് കണ്ടുപിടിച്ച് 0+2 2 വരും അല്ലെ? 0+2. അപ്പോ 4 എന്ന് പറയുന്ന നോഡെന്ന് എഴുതി ജസ്റ്റ് വട്ടം ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുക. 4+1 5 വരും. ഇവിടെ 2+4 6 വരും. സോ ഇതിൽ ഏതാണോ മാക്സിമം ആ ഫിഗർ വേണം ഇവിടെ എഴുതാൻ. സോ ഇവിടുത്തെ മാക്സിമം ഏതാണ്? 6 ആണ്. 6 ഇവിടെ കൊടുക്കാം. മനസ്സിലായോ പറഞ്ഞേ? ക്ലിയർ ആണോ എല്ലാവർക്കും? 4+1ഉം 2+4ഉം കൂടെ ആഡ് ചെയ്യുക. അതാ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫോർവേഡ് പാത്തിൽ ഇതിൽ ഏതാണോ മാക്സിമം, ഏതാണോ ഹയർ, അതായിരിക്കണം സെലക്ട് ചെയ്ത് ഇവിടെ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5th ഈ നോഡിലെ ഇവിടുത്തെ വാല്യൂ ആണ്. 5ലേക്ക് 4 എന്ന് പറയുന്ന നോഡിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ അല്ലെ? 4 എന്ന് പറയുന്ന നോഡിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ 6+5 ചെയ്താൽ മതി. എത്ര വരും? 11 വരും. ഫോർവേഡ് പാത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക്വേർഡ് ചെയ്യാൻ പോവാം. ഫോർവേഡ് കഴിഞ്ഞു, ഇനി ബാക്ക്വേർഡ് ചെയ്യാൻ പോവാം. സംശയമൊന്നും ഇല്ലല്ലോ. ഓക്കെ. ബാക്ക്വേർഡ് വരുമ്പോൾ 5ൽ നിന്നാണ് തുടങ്ങേണ്ടത്. സോ ഇവിടെ 11 തന്നെ ആയിരിക്കും. ഇവിടെ ഏതാണോ ഫിഗർ വരുന്നത് അത് തന്നെ ആയിരിക്കും ഇവിടെ. ഏതാണോ ഫിഗർ വരുന്നത് അത് തന്നെ ആയിരിക്കും ഇവിടെ. യാതൊരു മാറ്റവും ഇല്ല. 5ൽ നിന്ന് നമ്മൾ നേരെ 4ലേക്ക് വരികയാണ്. ബാക്ക്വേർഡ് പാത്താണ്. 11ൽ നിന്ന് 5 ആഡ് ചെയ്യല്ല ചെയ്യേണ്ടത്, മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്.
സോ 11ൽ നിന്ന് 5 പോയാൽ എത്ര കിട്ടുമോ അത് നമ്മൾ ഇതാ ഇവിടെ എഴുതണം. 6 അല്ലേ? സംശയമില്ലല്ലോ, 6 തന്നെയാണ്. ഇനി നമുക്ക് 3യിലേക്ക് വരാം. 4 എന്ന് പറയുന്ന നോഡിൽ നിന്ന് 3യിലേക്ക് വരാം. 3യിലേക്ക് 4ൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. 3യിലേക്ക് 4ൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. 3 എന്ന് പറയുന്ന നോഡിലേക്ക് 4ൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ 6 - 4 ചെയ്താൽ പോരെ. ഈ 6 - 4 ചെയ്താൽ പോരെ. എത്ര വരും? 2 വരും. ഇനി നമുക്ക് ഇവനെ നോക്കാം. 2 എന്ന് പറയുന്ന നോഡ് നോക്കാം. 2 എന്ന് പറയുന്ന നോഡിലേക്ക് 4ൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. ബാക്ക്വേർഡ് അല്ലെ? 4ൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ 6 - 1 നമുക്ക് ഇവിടെ ചെയ്തതോ. 6 - 1 ഇവിടെ ചെയ്തതോ 1. സോ 5 വരും. ഇനി നമുക്ക് നോക്കേണ്ടത് 1ന്റെ ആണ്. 1 എന്ന് പറയുന്ന നോഡിലേക്ക് എവിടുന്നൊക്കെ വരുന്നുണ്ട്? 2ൽ നിന്നും വരുന്നുണ്ട്, 3ൽ നിന്നും വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ബാക്ക്വേർഡ് പാത്ത് കൊടുക്കുക, നോഡ് 1 എന്ന് കൊടുക്കുക. സോ അതിൽ ഏതാണോ മിനിമം, ഇവിടെ നമ്മൾ മാക്സിമം ആയിരുന്നു എടുത്ത്, ഇവിടെ മിനിമം എടുക്കണം. 2 - 2 ആണോ 5 - 4 ആണോ ചെറുത്? ഏതാണ് ചെറുത്? ഏതാണ് ചെറുത്? ആ പറഞ്ഞു. ഇതാണ് ചെറുതല്ലേ? സോ അത് നമ്മൾ ഇവിടെ എടുക്കാം. സംഭവം മനസ്സിലായോ? സോ രണ്ട് ബോക്സുകളിലും ഈക്വൽ വാല്യൂസ് വരുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. നമ്മൾ നോക്കിയേ, അപ്പൊ എങ്ങനെ ഏതായിരിക്കും ക്രിട്ടിക്കൽ പാത്ത്? ഇതല്ലേ ക്രിട്ടിക്കൽ പാത്ത്. കണ്ട, ഇത് വരില്ല, കാരണം ഇവിടെ ഡിഫറെന്റ് വാല്യൂസ് ആണ്. അതുകൊണ്ട് ഇതൊരിക്കലും ക്രിട്ടിക്കൽ പാത്ത് ആയിട്ട് വരില്ല. ബോക്സുകളിൽ രണ്ടും ഈക്വൽ വാല്യൂസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ശരി. അപ്പം നമ്മളിത് ഈ ഒരു മെത്തേഡിൽ, സെക്കൻഡ് മെത്തേഡിൽ നാളെ 2-3 പ്രോബ്ലം കൂടെ ചെയ്യും. അപ്പൊ അത് ക്ലിയർ ആവും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പോവാം കേട്ടോ. നിങ്ങൾ ക്ലിയർ ആക്കി തരും. യാതൊരു കാരണവശാലും പേടിക്കണ്ട. ഇത്രയും നമ്മൾ ഇന്ന് ചെയ്ത ഈ 2 മെത്തേഡുകളും നന്നായിട്ട് പഠിച്ചിട്ട് നാളെ വരിക കേട്ടോ. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് നാളെ കാണാം. നാളെ കുറെ അധികം പ്രോബ്ലംസ് ചെയ്യാം. ടെക്സ്റ്റിലുള്ളതും ടെക്സ്റ്റിൽ ഇല്ലാത്തതുമായിട്ടുള്ള കുറെ അധികം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.